ടി പുരുഷോത്തമനെ പുറത്താക്കി CPM നടപടി വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടി. പയ്യന്നൂർ AKG ഭവൻ ബ്രാഞ്ച് അംഗം ടി പുരുഷോത്തമനെ CPM പുറത്താക്കി. വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയാണ് പുരുഷോത്തമൻ. കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തതാണ് നടപടിക്ക് കാരണം. വോട്ടെടുപ്പിന് പിന്നാലെ പുരുഷോത്തമന്റെ വീട് ആക്രമിച്ചിരുന്നു. വീട് ആക്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിലായിരുന്നു. തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയായ പുരുഷോത്തമന്റെ വീട് ആക്രമിക്കുകയും കാറിന് തീവയ്ക്കുകയും ചെയ്തത്. എന്നാൽ ആക്രമണങ്ങളിൽ പാർട്ടിക്ക് പങ്കില്ല എന്നായിരുന്നു CPM നേതൃത്വത്തിന്റെ വിശദീകരണം. തെരഞ്ഞെടുപ്പ് ദിവസം രാത്രിയിലാണ് പുരുഷോത്തമന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞ് ജനൽ ചില്ലുകൾ തകർക്കുകയും നിർത്തിയിട്ടിരുന്ന കാർ കത്തിക്കുകയും ചെയ്തത്. CPM ബന്ധം ഉപേക്ഷിച്ച നേതാക്കളെ ഒന്നിപ്പിക്കാൻ മുൻകൈ എടുക്കുമെന്ന് PV അൻവർ. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇവർക്കെതിരെ ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഇവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ ശ്രമിക്കുമെന്നും അൻവർ പറഞ്ഞു. ഇതിന്റെ രൂപരേഖ UDF നേതൃത്വവുമായി ചർച്ച ചെയ്യും. മലമ്പുഴയിലെ UDF സ്ഥാനാർത്ഥി A സുരേഷിനൊപ്പമാണ് അൻവർ മാധ്യമങ്ങളെ കണ്ടത്. ധർമ്മടത്ത് പിണറായി വിജയൻ തോറ്റാലും അത്ഭുതപ്പെടാനില്ല. ജയിച്ചാൽ തന്നെ ഭൂരിപക്ഷം 10,000-ൽ താഴെയായിരിക്കും. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് തോറ്റു കഴിഞ്ഞു. KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും തനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. ഭരണത്തിൽ മരുമകനാണോ അതോ പിണറായിയാണോ പ്രതിപക്ഷ നേതാവാകേണ്ടതെന്ന് CPM ചർച്ച ചെയ്യട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞെന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് വ്യക്തമാകുമെന്നും സ്ഥാനാർത്ഥി A സുരേഷ് കൂട്ടിച്ചേർത്തു.